السلام عليكم. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس اتقوا الله ബഹുമാനമുള്ള വിശ്വാസിനികളെ, അതുപോലെ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിന്ന് അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പരലോകത്ത് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരത്തിന്റെ വിഷയത്തെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും വേണ്ടിയുള്ള ഒരു സദസ്സിലാണ്. അല്ലാഹു നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരന്മാരുടെയും രോഗങ്ങൾ ഷാഫിയായ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കറിയാം, നമസ്കാരത്തിന്റെ വിഷയം പ്രധാനമായും നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് ആ വിഷയം പഠിപ്പിച്ചു തരുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് നമസ്കരിക്കുക. പക്ഷെ നമസ്കാരത്തില് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചില പാകപ്പിഴകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്കതിന്റെ പൂർണ്ണമായ കൂലി ലഭിക്കുകയില്ല. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കത്തില്ല. ആ വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളിവിടെ നമസ്കരിക്കുന്നവരാണ്. നമ്മുടെ അറിവിനെ പരമാവധി നമ്മൾ അറിവ് കരസ്ഥമാക്കി നമ്മുടെ ആ ഇബാദത്ത് കൃത്യമായി ചെയ്യുന്നു. എങ്കിൽ പോലും എന്താണ് നമസ്കാരം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ആ റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ആരാണ് എന്ന് ഒരു വ്യക്തിയോട് നമ്മൾ ചോദിച്ചാൽ അവരുടെ ഉത്തരം പറയും, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന ജോലി ചെയ്യുന്നവനാണ്. അതുപോലെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഇന്നനീ അനല്ലാഹ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആരാണ് അല്ലാഹു എന്ന് പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇന്നനീ, തീർച്ചയായും ഞാൻ, അനല്ലാഹ്, ഞാൻ തന്നെയാകുന്നു അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനാണ് അല്ലാഹു എന്ന് പറഞ്ഞത് കൊണ്ട് പഠിപ്പിച്ചതുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുകയാണ്, ആരാധനക്കർഹനായി യാതൊരു ഇല്ലാഹുമില്ല ഞാനല്ലാതെ. അപ്പൊ ഞാൻ എന്നുള്ള
ആ ഒരു വിശേഷണം കൊണ്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഞാനാണ് അള്ളാഹു, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, ആരാധനയ്ക്ക് അർഹനില്ല. ഫഅ്ബുദൂനി, ആയതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ. അപ്പൊ ഇതിന്റെ തഫ്സീർ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. അതിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഫസ്റ്റ് പറയുന്നത് തഖ്രീർ തൗഹീദ്, ആദ്യമേ തൗഹീദ് സ്ഥാപിക്കുകയാണ്. വീണ്ടും ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുകയാണ് പ്രധാനപ്പെട്ട അടുത്ത ഒരു വിഷയം പഠിപ്പിക്കുന്നു, നിങ്ങൾ നമസ്കാരം സ്ഥാപിക്കണേ, നമസ്കാരം നിലനിർത്തണം. എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്തണേ. അപ്പൊ ഇതിന് വളരെ വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ് ഈ ആയത്ത്. ആരാണ് അള്ളാഹു, എന്താണ് അള്ളാഹു, നമ്മൾ തമ്മിലുള്ള ബന്ധം. അങ്ങനെയുള്ള പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ഏത് സമയത്തും ഓർമ്മിപ്പിക്കുവാൻ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ഏത് സമയത്തും നമുക്ക് റിമംബറാണ്, ഓർമ്മയാണ്ടത് അള്ളാഹുവിനെയാണ്, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു. ഇനി സഹോദരന്മാരെ, നമ്മൾ ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ആ വിഷയമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ഇന്ന സ്വലാത്ത്, തീർച്ചയായും ഈ സ്വലാത്ത് തൻഹ, അത് തടയുന്നു എന്തിൽ നിന്ന്? ഫവാഹിഷ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകളിൽ നിന്നും അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഈ നമസ്കാരം നമ്മെ തടയുന്നു. ഇതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹുവിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിലേക്ക് വന്ന് ഒരു വ്യക്തി പറയുകയാണ്, ഇന്ന ഫുലാനൻ യുസല്ലി ബില്ലൈൽ. ഒരു വ്യക്തിയുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലേ, ആ വ്യക്തി രാത്രി നമസ്കരിക്കുന്നുണ്ട്. ഏത് ആയത്തിന്റെ തഫ്സീറിലാണ് പറഞ്ഞത്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറയുന്ന ആ തഫ്സീറിന്റെ താഴെ വരുന്ന ഒരു ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ വചനമാണ്. ഒരു വ്യക്തി രാത്രി നമസ്കരിക്കുന്നുണ്ട്. എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത? ആ സമയം നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ ഫൈദാ അസ്ബഗ ശറഖ്, എന്ത് ചെയ്യുന്നു? രാത്രി നല്ല നമസ്കാരമാണ്. എല്ലാവരും നോക്കുമ്പോൾ നമസ്കരിക്കുന്ന വ്യക്തി പകലായി കഴിഞ്ഞാൽ ആ വ്യക്തി മോഷ്ടിക്കുകയാണ്. ഈ ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഏറ്റവും ഉത്കൃഷ്ടരായ വ്യക്തികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചത്. അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിൽ പോലും നമസ്കാരം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ചെറിയ ചെറിയ തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുത്തു, അവൻ ചെയ്യുന്ന നമസ്കാരമുണ്ടല്ലോ, അദ്ദേഹം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ നമസ്കാരമുണ്ടല്ലോ, അത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്താവും? അവന്റെ ആ തെറ്റുകൾ അവനിൽ നിന്ന് മാറി മാറി പോകും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിക്കുന്നവരാണ്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ പല പല തെറ്റുകൾ സംഭവിക്കുന്നവർ. അപ്പൊ നമ്മുടെ നമസ്കാരത്തിൽ എന്തുണ്ടാകണം? ഇഖ്ലാസും അതുപോലെ തഖ്വയൊക്കെ ഉണ്ടായി വന്ന് ഖൗഫൊക്കെ ഉണ്ടായി വരികയാണെങ്കിൽ നമ്മൾ എല്ലാ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും. ഇനി നിങ്ങൾ ആലോചിച്ച്, രണ്ട് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ ഉപദ്രവകരമായ കാര്യം, അതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കാല് തല്ലി ഒടിച്ചു. വളരെ ഗുണ്ടയായ ഒരു വ്യക്തിയാണ്, തിരുവനന്തപുരംകാരനാണ്. തല്ലി ഒടിച്ചിട്ട് നാട്ടുകാര് ഇദ്ദേഹത്തോട് അത് ചെറുക്കാൻ വന്നപ്പോൾ നാട്ടുകാരെയും ചില വ്യക്തികളെ ഇദ്ദേഹം ആക്രമിച്ചു. ഉമ്മക്ക് ഗുരുതരമായ അബദ്ധം പറ്റി. നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അദ്ദേഹം പരിശുദ്ധമായ ദീനിലേക്ക് ഒരു സ്ഥാപനത്തിൽ ഒളിച്ചു വന്ന് താമസിക്കുകയാണ്. ക്രൈസ്തവനായ ഒരു സഹോദരൻ, വളരെ ചിന്തിക്കണം. നമസ്കാരം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് നമസ്കരിക്കുന്നവർ മോഷ്ടിച്ചിരുന്നു. പക്ഷേ ആ നമസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ട് എങ്കിൽ
ആ വ്യക്തി ആ മോഷണത്തിൽ നിന്ന് മാറി നിൽക്കും. ഇന്നത്തെ പാഠമാണ് ഞാൻ പറയുന്നത്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാധ്യതയുള്ള ഉമ്മ, അഹക്കുന്നാസി ആരാണ് നിന്റെ മേൽ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉമ്മയാണ്. അങ്ങനെയുള്ള ഉമ്മയുടെ കാല് തല്ലി ഒട്ടിച്ച് അതിന് നാട്ടുകാർ ചോദിക്കാൻ വന്ന് അവരെയും ആക്രമിച്ചിട്ട് നാട്ടിൽ നിൽക്കാൻ വന്നപ്പോൾ ഒളിച്ച് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി. ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരുന്ന ഒരു സ്ഥാപനത്തിൽ അയാൾ ഒളിച്ചു വന്നു. ചിന്തിക്കണം, 60 ദിവസമാണ് അവിടെ ജീവിക്കാനുള്ളത്. അപ്പൊ ഇദ്ദേഹം ഒന്നാമത്തെ ദിവസം ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ആൾക്കാരുടെ കൂടെ സ്വീകരിക്കുന്ന പോലെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ്. അയാൾക്ക് വിശ്വാസമില്ല. കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അന്വേഷണങ്ങൾ വരുന്നില്ല എന്നാണ് മനസ്സിലാക്കിയ ആളിങ്ങനെ ഈ സ്ഥാപനത്തിൽ വന്ന് ഒളിച്ചു നിൽക്കുക. ഒന്നാമത്തെ ദിവസം നമസ്കരിക്കുന്നുണ്ട്, കൂടെ ആക്ഷനുകൾ കാണിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു. ഇനി ഇറങ്ങാൻ അവസാനം 10 ദിവസം കഴിയും. ആ 10 ദിവസം ഇങ്ങനെ എല്ലാവരും നമസ്കരിക്കുന്നതിന്റെ കൂടെ ഇയാളും നമസ്കരിക്കുന്നു, റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. സഹോദരന്മാരെ സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ 50ാമത്തെ ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം സുജൂദിൽ കിടന്ന് ഇദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. ആലോചിച്ച് നോക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ, നീ ചെയ്യുന്ന നമസ്കാരത്തിന് ഇഖ്ലാസ് ഉണ്ടോ, അതിന് ഭക്തിയുണ്ടോ, നിന്റെ ബാക്കിയുള്ള എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും നീ മാറി നിൽക്കുമെന്ന് പറഞ്ഞ അതേ അവസ്ഥ ഇസ്ലാമിൽ നിന്ന് ഒളിച്ചു നിൽക്കുവാൻ വേണ്ടി വന്ന വ്യക്തി വേറെ ആക്ഷൻ ഇങ്ങനെ കാണിക്കുകയാണ്. കാണിച്ച് ഒരു 50 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 60 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുകയാണ്. ആ സമയത്താണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഞാൻ ആക്രമിച്ചത് എന്റെ ഉമ്മയല്ലേ. കാരണം അവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന എല്ലാ ഉസ്താദുമാരും ഏത് ക്ലാസ് എടുത്താലും പറയുന്നത് ഉമ്മയുടെ മഹത്വം ഇങ്ങനെ പറയുന്നു. ഉമ്മയുടെ മഹത്വം ഇങ്ങനെ നിസ്കാരത്തിൽ കിടന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയും കണ്ണിൽ നിന്ന് കണ്ണുനീര് സുജൂദിൽ കിടന്നു. എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമാണ്? ഈ വ്യക്തി 50 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം? ഞാൻ പറഞ്ഞു, വിശ്വാസം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ നിങ്ങൾ പരിശോധിച്ചു. അപ്പോഴാണ് സഹോദരന്മാരെ ചിലപ്പോൾ നമ്മുടെ ഈ വാക്കത്തെ കേട്ടാൽ നമ്മുടെ ആ കാലഘട്ടത്തിൽ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായിപ്പോയി. പിന്നീടാണ് അദ്ദേഹം പശ്ചാത്തലം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് സുജൂദിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹം ഉമ്മയെ ചവിട്ടിയും കാലും ഓടിച്ച്, നിങ്ങൾ ആലോചിച്ച് പ്രസവിച്ച ഉമ്മയെ ചിന്തിക്കും. അതാണ് നമസ്കാരം അല്ലാഹുവിലേക്കുള്ള ആ അടുപ്പം. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ അത് എങ്ങനെയാണ്, നമ്മൾ അവിടെ ചില ദിക്റുകൾ എല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭക്തി ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ നമസ്കാരത്തിൽ എങ്ങനെയാണോ നമ്മൾ പറയേണ്ട ദിക്റുകൾ, അതുപോലെ തന്നെ പറയേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചു ഒരു കാര്യം ആലോചിച്ചു. ഒരാള് ഇമാമ് 2ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 3ാമത്തെ റക്അത്ത് ഒരു 4 റക്അത്തുള്ള നമസ്കാരത്തിലേക്ക് വരിക. ഒരു സഹോദരൻ വന്ന് 3ാമത്തെ റക്അത്തിൽ കൂടി. അപ്പോൾ ഈ 3ാമത്തെ റക്അത്തിൽ കൂടിയപ്പോൾ ഈ സഹോദരൻ എന്ത് ചെയ്തിട്ടില്ല? സാധാരണ ഫസ്റ്റ് റക്അത്ത് ഓതണ്ട സൂറത്തും ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള സൂറത്തിന്റെ ഓതിയിട്ടില്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് ഡൗട്ട് ആവും. ധാരാളം ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചിന്തിക്കണം. 3ാമത്തെ റക്അത്തിൽ ഇമാം ഇരിക്കുകയാണ്. ആ സമയത്താണ് ഒരു വ്യക്തി നമസ്കാരത്തിൽ ജോയിന്റ് ആണ് കൂടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നാം, ഞാൻ ഫസ്റ്റ് റക്അത്തിൽ ഓതേണ്ട ആ സൂറത്ത് ഓതിയിട്ടുണ്ടോ, ഓതണമോ? ഇതുപോലെ ധാരാളം സംശയങ്ങൾ. ഏത് നമ്മുടെ സംശയം കാട് കയറി പോകാൻ പാടില്ല. ഏത് ഇമാം ബുഖാരി ജനിച്ച നാട്ടില് പിന്നീട് ഒരു പണ്ഡിതൻ വരാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ ഇമാം ബുഖാരി ജനിച്ച നാട്ടില് ജനങ്ങൾ എന്ത് ചെയ്തു? ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? പള്ളി, ആ കാലഘട്ടത്തെ പള്ളി എന്താ നമുക്കറിയാവുന്ന പോലെ ഈ പനയുടെ ഓലയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ പള്ളി. ആ പള്ളിയിൽ നിന്ന് ഒരു മരം ഇങ്ങനെ ഉണ്ടായി. ആ മരത്തിന്റെ ചിഹരം ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ആ മരത്തിന്റെ ചില്ലയിൽ ഒരാള് കയറിയിരുന്നാൽ ഇഅ്തികാഫിന്റെ കൂലി ലഭിക്കും. ചിന്തിക്കണം. ഇമാം ബുഖാരി ജനിച്ച നാട്ടില് ഈ ജനങ്ങൾ പിന്നീട് ആ പണ്ഡിതന്മാരില്ലാതെ വന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൽമിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തലമുറ ഇല്ലാതെ വരാനുള്ള കാരണം ക്വസ്റ്റ്യൻസ് കാട് കയറിപ്പോയത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരന്മാര് നമുക്ക് നമ്മുടെ നമസ്കാരത്തിലെ റുക്കൂനുകൾ 14 ഫർളുകൾ, അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ
നിങ്ങൾക്ക് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ മക്കളോട് ചോദിക്കണം, നിങ്ങൾ ഫാത്തിഹ ഫർളാണെന്ന് അറിയാം. അതുപോലെ തന്നെ നമ്മൾ മക്കളോട് ചോദിക്കണം, തശഹ്ഹുദ് ഓതാൻ പറയണം, സ്വലാത്തൊന്ന് ഓതി കേൾപ്പിക്കാൻ പറയണം. ഇതുപോലെ നമുക്ക് നിസ്കാരത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് ചെറുപ്പക്കാർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറുപ്പക്കാർ ഇന്ന് നടക്കുന്ന ഈ സമയത്ത് ഈ ഫുട്ബോളിന്റെയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പുറകെ നടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പള്ളിയിലെ സഹോദരന്മാര് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അതിന് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ കേരളത്തിലെ ഒരു വ്യക്തി ഡോക്ടർ പഠിക്കാൻ എവിടെ പോയി? ഉസ്ബെക്കിസ്ഥാൻ. ചിന്തിക്കണം, ചെറുപ്പക്കാരും മക്കൾ പ്രത്യേകിച്ച് ചിന്തിക്കണം. ഉസ്ബെക്കിസ്ഥാനിൽ പോയതെന്തിനാ? ഡോക്ടർ പഠിക്കാൻ. ഈ ഡോക്ടർ പഠിക്കാൻ പോയ വ്യക്തി അന്യ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയെ ലാപ്ടോപ്പ് കൊണ്ട് അടിച്ച് കൊന്നു. നമ്മുടെ നാട്ടില് ഒരു സഹോദരൻ ഒരു ഉസ്താദിനെ തല്ലി എന്നപ്പോൾ നമ്മൾ എല്ലാവരും ആവശ്യമാ പറയുന്നത്. ഇത് പഠിക്കാൻ പോയ ഒരു മുസ്ലിം ഉമ്മക്ക് ബാപ്പക്കും ജനിച്ച മോനെ അന്യ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ അടിച്ചു കൊന്നു. പക്ഷേ ചിന്തിക്കണം, ആ വ്യക്തിയുടെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്ത അല്ലെങ്കിൽ അനുസരിക്കാത്ത ഒരു രീതി അവന്റെ മുടിയിൽ തന്നെ കാണാം. യഹൂദി കട്ടിങ്. ഈ അടിച്ച് കൊന്നവന്റെ തലമുടിയുടെ കട്ടിങ് തന്നെ എന്താ? യഹൂദിയുടെ കട്ടിങ്. അങ്ങനെ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിൽ ചെന്നപ്പോൾ, അന്ന് എത്രയോ വർഷം മുമ്പ് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? എന്താ പഠിപ്പിച്ചത്? നീ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നീ അത് പൂർണ്ണമായിട്ട് കട്ട് ചെയ്യണം എന്നല്ലേ പഠിപ്പിച്ചു കൊടുത്തത്. ഈ യഹൂദി കട്ടിങ് ആണ് ആ ചെറുക്കന്റെ തലമുടിയിൽ തന്നെ നമുക്ക് കാണാം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയുള്ള ദുഷ്കൃത്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ മക്കളെ എന്താവും കാക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് പരലോകത്ത് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്നു, അതുപോലെ തന്നെ ഒന്നാമത് ചോദിക്കപ്പെടുന്നതുമായ ഈ നമസ്കാരത്തെ കുറിച്ച് വേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.